ഹലോ ഫ്രണ്ട്സ്, ജൂറിസ്പ്രുഡൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓണർഷിപ്പിനെ പറ്റിയാണ്. ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് ആണ്. നിയമത്തിൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഒരു വസ്തുവിൻ മുകളിലുള്ള ഒരു വ്യക്തിയുടെ ബന്ധത്തിനെയാണ്. ഓക്കെ, എന്തുമായിക്കോട്ടെ, ഇപ്പം ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്വർണ്ണം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ വസ്തുവിൻ മുകളിലുള്ള ഒരു വ്യക്തിയുടെ ബന്ധത്തെ കാണിക്കുന്നതാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജസ് ഇൻ റീ പ്രൊപ്രിയയാണ് ഓണർഷിപ്പ്. ജസ് ഇൻ റീ പ്രൊപ്രിയ എന്താണെന്ന് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റൈറ്റ്സിൻ്റെ അകത്ത് ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് റീ പ്രൊപ്രിയ എന്ന് പറയുന്നത്? ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ ഒരു വ്യക്തിക്കുള്ള റൈറ്റിനെയാണ് നമ്മൾ റീ പ്രൊപ്രിയ എന്ന് വിളിക്കുന്നത് അല്ലേ? ഇനി ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് റൈറ്റ് ദാറ്റ് എ മാൻ ക്യാൻ ഹാവ് ഓവർ എ തിങ്. ഒരു വസ്തുവിൻ മുകളിലുള്ള ഒരു വ്യക്തിക്കുള്ള ഏറ്റവും വലിയ റൈറ്റ് എന്ന് പറയുന്നത് ഓണർഷിപ്പാണ്. ഓണർഷിപ്പിൻ്റെ മുകളിൽ അത്രയും വലിയൊരു റൈറ്റ് വേറെ ഒരു റൈറ്റും ഇല്ല. ഓക്കെ, ഒരു വസ്തുവിൻ മുകളിലൊരു റൈറ്റ് വേറെ ഇല്ല. നമ്മളൊരു ബക്കറ്റിൻ്റെ അകത്തെ ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണ്. നമ്മളൊരു ബക്കറ്റിൻ്റെ അകത്തുള്ള പിന്നെ എന്താണ് വെള്ളത്തെ ഓണർഷിപ്പുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, അതിലെ ഓരോ തുള്ളി വെള്ളത്തിനും എന്തുണ്ട്, ആ ബക്കറ്റിലുള്ള ഓരോ തുള്ളി വെള്ളത്തിനും ഒരു റൈറ്റ് ഉണ്ട്. ഇനിയും ഓസ്റ്റിൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓണർഷിപ്പ് ഓവർ എ തിങ്. ഒരു വസ്തുവിൻ മുകളിലുള്ള ഓണർഷിപ്പിന് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ മുകളിലുള്ള റൈറ്റ്. ഓണേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണെന്ന് പറയുന്നു. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഓണർ ക്യാൻ യൂസ് ഹിസ് പ്രോപ്പർട്ടി ആസ് ഹിസ് പ്ലീസസ്. ഒരു വ്യക്തി ആ വസ്തു അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി എങ്ങനെ ഉപയോഗിക്കണോ അയാൾക്ക് ആ രീതിയിലൊക്കെ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഓണേഴ്സ് റൈറ്റ് ഇൻഡെഫിനിറ്റ് എന്ന് പറയാനുള്ളതിൻ്റെ കാരണം. മൂന്നെന്ന് പറയുന്നത് ഓണേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത് അൺറെസ്ട്രിക്റ്റഡ് പവർ ഓഫ് ഡിസ്പൊസഷൻ ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണറിന് ആ വസ്തു സെല്ല് ചെയ്യാം, ഗിഫ്റ്റ് ചെയ്യാം, മോർഗേജ് നൽകാം, പ്ലെഡ്ജ് നൽകാം, എന്തും നൽകാൻ വേണ്ടി കഴിയും. അയാൾക്ക് എങ്ങനെയൊക്കെ ഏലിയനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അങ്ങനെയൊക്കെ മറ്റുള്ള രീതിയിൽ ഏലിയനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് പറയുന്നു. ഇനി ഓണേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഇൻ പോയിൻ്റ് ഓഫ് ഡ്യൂറേഷൻ ആണെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് ദ ഓണർ ക്യാൻ ഹോൾഡ് ദ പ്രോപ്പർട്ടി ഫോർ എവർ. അയാൾക്ക് എന്നേക്കുമായി ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഹോൾഡ് ചെയ്യാൻ, അയാളുടെ കയ്യിൽ വെച്ചേക്കാൻ പറ്റും എന്നാണ് ആര് പറയുന്നത്? ഓസ്റ്റിൻ പറയുന്നത്. അപ്പോൾ ഓസ്റ്റിൻ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം? അത് പിന്നെ ഓണർഷിപ്പ് എന്ന് പറയുന്ന റൈറ്റ് ഓവർ എ തിങ് ആണ്. അതുപോലെ തന്നെ ഓണേഴ്സ് റൈറ്റ് ഇൻഡെഫിനിറ്റ് ആണ്, അൺറെസ്ട്രിക്റ്റഡ് പവർ ഓഫ് ഡിസ്പൊസഷൻ ആണ്, അൺലിമിറ്റഡ് ഇൻ പോയിൻ്റ് ഓഫ് ഡ്യൂറേഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി ദ ഡെഫിനിഷൻ ഗിവൺ ബൈ ഓസ്റ്റിൻ കനോട്ട് ക്ലെയിം ടു ബി എക്സാക്ട്. ഇറ്റ് ഈസ് ബിക്കോസ് നമുക്ക് ഈ ഓസ്റ്റിൻ പറഞ്ഞ ഡെഫിനിഷൻ അത് അതേപടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, എടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ പറഞ്ഞതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസും കൂടി ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു തരത്തിൽ നോക്കിയാൽ അതിൻ്റെ സത്യം. എന്ന് വെച്ചാൽ ഓണേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് അല്ല. കോമൺ ലോ പ്രകാരം എവ്രി വൺ ഈസ് ബൗണ്ട് ടു യൂസ് ഹിസ് പ്രോപ്പർട്ടി ഇൻ സച്ച് എ വേ ആസ് നോട്ട് ടു ഹാം ഹിസ് നെയ്ബേഴ്സ്. ഒരു വ്യക്തി ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് അവൻ്റെ അയൽക്കാരന് ഹാം വരുത്താത്ത രീതിയിലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ തോന്നിയ രീതിയിൽ നമുക്ക് ആ വസ്തു ഉപയോഗിക്കാൻ പറ്റുമെന്ന്? പറ്റത്തില്ല. കാരണം ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ അടുത്ത് കിടക്കുന്ന നെയ്ബേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഹാം വരുത്താൻ വേണ്ടി പാടില്ല. അതൊരു മാക്സിമിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. സിക് ഉട്ടേറി ടുവോ ഉട്ട് എലീനിയം നോൺ ലിഡാസ്. അത് ആ മാക്സിം പഠിച്ച് എഴുതി അണ്ടർലൈൻ ചെയ്താൽ നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ വൺ ഷുഡ് നോട്ട് യൂസ് ഹിസ് ലാൻഡ് സോ ആസ് ടു കോസ് ന്യൂയിസൻസ് ടു ഹിസ് നെയ്ബേഴ്സ് എന്ന് എഴുതിയാലും മതി. അതാണ് അതിൻ്റെ അർത്ഥം. വൺ ഷുഡ് നോട്ട് യൂസ് ഹിസ് ലാൻഡ് എന്താണ്, പിന്നെ നെയ്ബറിന് ന്യൂയിസൻസ് വരുത്തുന്ന രീതിയിൽ ഒരു വ്യക്തി അയാളുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലാൻഡ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇനി ടൗൺ പ്ലാനിങ് ആക്ട്, മുനിസിപ്പൽ ആക്ടിൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടുകളിലും ഈ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയുടെ ഫ്രീ യൂസിനെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓണേഴ്സ് റൈറ്റ്
റൈറ്റ് ഓഫ് ഏലിയനേഷൻ ഈസ് റെസ്ട്രിക്റ്റഡ്. പിന്നെ എന്താണ്, ഏലിയനേഷൻ നടത്താനുള്ള ഓണറിൻ്റെ റൈറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിളാണ്, ഒരു മൈനർക്ക് ആ മൈനറിൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഏലിയനേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. മൈനറാണ് ഒരു ഓണർ എന്ന് വെക്കുക പ്രോപ്പർട്ടിയുടെ, എങ്കിൽ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഏലിയനേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അടുത്ത മൂന്നാമത്തെ, ഓണേഴ്സ് റൈറ്റ് ഈസ് നോട്ട് അൺലിമിറ്റഡ് ഇൻ പോയിന്റ് ഓഫ് ഡ്യൂറേഷൻ. എന്താണ് അൺലിമിറ്റഡ് പോയിന്റ് ഓഫ് ഡ്യൂറേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയത്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമുക്കൊരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തുകൊണ്ട് വെക്കാൻ പറ്റത്തില്ല. കാരണം സ്റ്റേറ്റ് എന്തോ ചെയ്യും, ചിലപ്പോൾ ഈ ഓണേഴ്സ് റൈറ്റ് കമ്പൽസറി ആ ലാൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പൽസറി അക്വയർ ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ ഈ റോഡൊക്കെ പണിയുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ ഗവൺമെൻറ് ഇത്ര രൂപ അവിടെ ആ പ്രോപ്പർട്ടിയുടെ ഓണറിന് കൊടുത്തതിന് ശേഷം കമ്പൽസറി അക്വിസിഷൻ നടത്തും അവിടെ പ്രോപ്പർട്ടിയുടെ. അപ്പോൾ നമുക്ക് ഓണേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, എത്ര നാൾ വേണേലും ഉപയോഗിക്കാം എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി കഴിയത്തില്ല. ഇനി സാൽമണ്ട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഇൻ എ മെറ്റീരിയൽ തിങ്. ഒരു മെറ്റീരിയൽ തിങ്ങിന് മുകളിലുള്ള ഓണർഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഓക്കെ, മെറ്റീരിയൽ തിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണാനും തൊടാനും ഒക്കെ കഴിയുന്ന, ഇപ്പം നമ്മളുടെ ഫോണ്, നമ്മളുടെ ജ്വല്ലറി, ഇതൊക്കെയാണ് മെറ്റീരിയൽ തിങ്. കാറ്, ഇങ്ങനെയൊക്കെയുള്ള സാധനം. അപ്പം മെറ്റീരിയൽ തിങ്ങിന് മുകളിലുള്ള ഓണർഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ജനറൽ റൈറ്റ് ആയിരിക്കും, പെർമനൻറ്റ് റൈറ്റ് ആയിരിക്കും, ഹെറിറ്റബിൾ റൈറ്റ് ആയിരിക്കും. ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓണർഷിപ്പ് നോക്കാം. ഈ ഓണർഷിപ്പിനെ കുറേ ഹെഡ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണ് കോർപ്പറൽ ആൻഡ് ഇൻകോർപ്പറൽ ഓണർഷിപ്പാണ്. കോർപ്പറൽ ഓണർഷിപ്പ് എന്ന് പറയുന്ന റെഫർ ടു ഓണർഷിപ്പ് ഓവർ എ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ മെറ്റീരിയൽ തിങ്. ഒരു വിസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തിങ് അല്ലെങ്കിൽ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് മുകളിലുള്ള ഓണർഷിപ്പാണ് കോർപ്പറൽ ഓണർഷിപ്പ്. അതിന് എക്സാമ്പിളുകളാണ് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, മെറ്റീരിയൽ തിങ്സിൽ വരുന്ന സെയിം സാധനങ്ങൾ, കാറ്, പെന്ന്, അതൊക്കെയാണ്. ഇനി ഇൻകോർപ്പറൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അല്ലെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ഇമ്മെറ്റീരിയൽ തിങ്ങിന് മുകളിലുള്ള ഓണർഷിപ്പാണ്. അതിന് എക്സാമ്പിളാണ് ഗുഡ്വില്ല്, ഓണർഷിപ്പ് ഓഫ് ഗുഡ്വില്ല്, അതുപോലെ തന്നെ ഓണർഷിപ്പ് ഓഫ് പേറ്റൻറ്റ്. ഇതൊക്കെ എന്താണ്, നമുക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ കാണാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുകളിലുള്ളതാണ് ഇൻകോർപ്പറൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി സോൾ ഓണർഷിപ്പും ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പും ഉണ്ട്. സോൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ ഓണർഷിപ്പ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ പേഴ്സണിലായിരിക്കും. ഓക്കെ, ആ ഒറ്റ വ്യക്തിക്ക് എന്തുണ്ടായിരിക്കത്തുള്ളൂ, ഒരു വസ്തുവിന് മുകളിൽ ഓണർഷിപ്പ് ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് വെൻ ഓണർഷിപ്പ് ഈസ് വെസ്റ്റഡ് ഇൻ 2 or more persons അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് 2 or അതിലധികമോ വ്യക്തികളിൽ ഓണർഷിപ്പ് നിക്ഷിപ്തമായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ്. സോളെന്ന് ഓർക്കുമ്പോഴേ ചിന്തിച്ചാൽ മതി, സോളെന്ന് കേൾക്കുമ്പോഴേ എന്താണ്, സിംഗിൾ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, സിംഗിൾ പേഴ്സണിലായിരിക്കും ഓണർഷിപ്പ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ 2 or അതിലധികമോ വ്യക്തികളിലായിരിക്കും. അടുത്തത് ഇൻസ്റ്റൻസസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പിൻ്റെ കുറച്ച് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റൻസസ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് കോ ഓണർഷിപ്പ്. കോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഓണർഷിപ്പ് ഈസ് ഷെയർഡ് ബൈ 2 or more persons വിത്ത് ഈക്വൽ ഓർ കോർഡിനേറ്റ് റൈറ്റ്. ഈക്വൽ അല്ലെങ്കിൽ കോർഡിനേറ്റ് റൈറ്റോടു കൂടി 2 or അതിലധികമോ വ്യക്തികൾ ചേർന്ന് ഓണർഷിപ്പ് ഷെയർ ചെയ്യുന്നതിനെയാണ്. ഓക്കെ, ഒരു ഈക്വൽ റൈറ്റോടു കൂടി കോർഡിനേറ്റ് റൈറ്റോടു കൂടി പിന്നെ എന്താണ്, 2 or അതിലധികമോ വ്യക്തികൾ ഓണർഷിപ്പ് ഷെയർ ചെയ്യുന്നതിനെയാണ് കോ ഓണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. കോ ഓണർഷിപ്പിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ജോയിൻ്റ് ഓണർഷിപ്പ് എന്നും ഓണർഷിപ്പ് ഇൻ കോമൺ എന്നും. ജോയിൻ്റ് ഓണർഷിപ്പ് എന്താണ്, ഒരു കോ ഓണർ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഈ മരിച്ച കോ ഓണറിൻ്റെ റൈറ്റും ഇൻട്രസ്റ്റും, ഓക്കെ, ആ വ്യക്തിക്ക് ആ പ്രോപ്പർട്ടിയിലുള്ള റൈറ്റും ഇൻട്രസ്റ്റും ഒക്കെ എന്ത് ചെയ്യുകയാണ്, ഡിവോൾവ് ഓർ വെസ്റ്റ് അപ്പോൺ ദി അതർ കോ ഓണർ. കോ ഓണറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള കോ ഓണറിലേക്ക് ഈ പ്രോപ്പർട്ടിയുടെ അവകാശങ്ങൾ പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കോ ഓണേഴ്സ് ഹു ആർ സർവൈവിങ് ആയിട്ടുള്ള കോ ഓണേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ പ്രോപ്പർട്ടി പോകുന്നു. ഓക്കെ, കോ ഓണേഴ്സിൽ നിന്നും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരിച്ചു പോയ വ്യക്തിയുടെ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ആരിലേക്ക് പോകുന്നു, സർവൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന മറ്റുള്ള കോ ഓണേഴ്സിലേക്ക് ആ പ്രോപ്പർട്ടിയുടെ
ഓണർഷിപ്പ് പോകുന്നു. അങ്ങനെ അവസാനത്തെ കോ ഓണറും മരിച്ചു എന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള മുഴുവൻ റൈറ്റുകളും ഇവരുടെ ലീഗൽ ഹയേഴ്സിന് പോകും. ഓക്കെ, മനസ്സിലായല്ലോ. ആദ്യം കോ ഓണേഴ്സിൽ ഒരാൾ മരിച്ചു പോകുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടിയൊക്കെ സർവൈവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ അതിലുണ്ടായിരുന്ന മറ്റുള്ള കോ ഓണേഴ്സിലേക്ക് പോകുന്നു. ഇനി അവരെല്ലാം മരിച്ചു പോയെന്ന് വിചാരിച്ചു. അങ്ങനെ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ഇവരുടെ ലീഗൽ ഹയേഴ്സിന് പോകുന്നു. ഓണർഷിപ്പ് ഇൻ കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഒരു കോ ഓണേഴ്സിൽ നിന്ന് ഒരാൾ മരിച്ചു പോവുകയാണ്. മുകളിലത്തെ കേസിൽ എങ്ങനെയായിരുന്നു? ഒരാൾ മരിച്ചു പോയാൽ സർവൈവിങ് ആയിട്ടുള്ള കോ ഓണേഴ്സിലേക്ക് പോകും. പക്ഷേ ഓണർഷിപ്പ് ഇൻ കോമണിൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ കോ ഓണേഴ്സിൽ നിന്നും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള റൈറ്റ് കോ ഓണേഴ്സിനല്ല പോകുന്നത്. നേരെ മറിച്ച് ഈ മരിച്ചു പോയ കോ ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടിയുടെ റൈറ്റ് അയാളുടെ തന്നെ ലീഗൽ ഹെയേഴ്സിലേക്ക് ഡയറക്റ്റ് പോകുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ദ ഡിസീസ്ഡ് കോ ഓണേഴ്സ് ലീഗൽ ഹെയേഴ്സ് വിൽ സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദ ഡിസീസ്ഡ്. നേരെ ആർക്ക് കിട്ടുന്നു? ആ മരിച്ചുപോയ വ്യക്തിയുടെ ലീഗൽ ഹെയേഴ്സിന് തന്നെയാണ് ആ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള ഓണർഷിപ്പ്. ട്രസ്റ്റ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ആണ് അടുത്തത്. ഓക്കെ, ആദ്യത്തേത് ഏതായിരുന്നു? കോ ഓണർഷിപ്പ്. രണ്ടാമത്തേത് ട്രസ്റ്റ് ആൻഡ് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ആണ്. ഇതിൽ ട്രസ്റ്റ് ആൻഡ് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. തേർഡ് പേഴ്സൻ്റെ ബെനിഫിറ്റിന് വേണ്ടി പ്രോപ്പർട്ടി എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രോപ്പർട്ടി ആരാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ വ്യക്തിയെ സെറ്റിലർ അല്ലെങ്കിൽ ഓതർ ഓഫ് ദ ട്രസ്റ്റ് എന്ന് വിളിക്കുന്നു. ആർക്കാണോ ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തത് ആ വ്യക്തിയെ ട്രസ്റ്റി എന്നാണ് വിളിക്കുന്നത്. ഇനി ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ്? അപ്പോൾ ആർക്കാണോ ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പ്രോപ്പർട്ടി ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ട്രസ്റ്റി എന്ന് വിളിക്കുന്നു. ഇനി ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ബെനിഫിഷ്യറി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സെറ്റിലർ അല്ലെങ്കിൽ ഓതർ ഓഫ് ദ ട്രസ്റ്റ് എന്ന് പറയുന്നത് ആരാണോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വ്യക്തി, ആരുടെ പേരിലാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആ വ്യക്തിയെ ട്രസ്റ്റി എന്ന് വിളിക്കുന്നു. ഇനി ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വ്യക്തിയെ ബെനിഫിഷ്യറി എന്ന് വിളിക്കുന്നു. ഇനി ട്രസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്രസ്റ്റിയുടെ പേരിലായിരിക്കും. പബ്ലിക് നോക്കിക്കഴിയുമ്പോൾ ട്രസ്റ്റി ആയിരിക്കും ആ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത്. എന്നിരുന്നാലും നിയമത്തിൻ്റെ കണ്ണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ബെനിഫിഷ്യറിയാണ് ഈ പറഞ്ഞിട്ടുള്ള ട്രസ്റ്റ് പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പിന് ഒരു ഇൻസ്റ്റൻസ് ആയി മാറിയതും. ഓക്കെ, ലീഗൽ ആൻഡ് ഇക്വിറ്റബിൾ ഓണർഷിപ്പ്. ഇംഗ്ലണ്ടിൽ ഒരു ഓണർ പ്രോപ്പർട്ടി സെല്ല് ചെയ്യാൻ വേണ്ടി എഗ്രി ചെയ്യുകയാണെന്ന് വെച്ചോ. ഓക്കെ, വെൻ ഓണർ ഓഫ് പ്രോപ്പർട്ടി എഗ്രി ടു സെൽ ഹിസ് പ്രോപ്പർട്ടി ടു അനദർ. ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ അയാളുടെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബയ്യർ എന്താകുന്നു? ഇക്വിറ്റബിൾ ഓണർ ആകുന്നു. സെല്ലർ അവിടെ ആ ലീഗൽ ഓണർ തന്നെയായിരിക്കും, ലീഗൽ ഓണറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇൻസ്റ്റൻസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ് ഏതൊക്കെയാണ്? കോ ഓണർഷിപ്പ്, ട്രസ്റ്റ് ആൻഡ് ബെനിഫിഷ്യൽ ഓണർഷിപ്പ്, ലീഗൽ ആൻഡ് ഇക്വിറ്റബിൾ ഓണർഷിപ്പ്. പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓണർഷിപ്പ് ആയിരുന്നല്ലോ. അതിൽ നമ്മൾ കോർപ്പറൽ ആൻഡ് ഇൻകോർപ്പറൽ ഓണർഷിപ്പ് നോക്കി, സോൾ ഓണർഷിപ്പ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ് നോക്കി. അടുത്ത മൂന്നാമത്തെയാണ് വെസ്റ്റഡ് ഓണർഷിപ്പ് ആൻഡ് കണ്ടിജൻറ്റ് ഓണർഷിപ്പ്. വെസ്റ്റഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി എ എന്ന് പറഞ്ഞ വ്യക്തി ബിക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആരാകുന്നു? ബി എന്ന് പറഞ്ഞ വ്യക്തി ആ പ്രോപ്പർട്ടിയുടെ ഓണറായിട്ട് മാറുന്നു. ഇവിടെ പൈസ കൊടുത്താൽ പ്രോപ്പർട്ടി വാങ്ങിച്ചതെന്ന് വെച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വെസ്റ്റഡ് ഓണർഷിപ്പാണ്. കണ്ടീഷൻസ് ഒന്നും വെക്കാതാണ് എന്ത് ചെയ്തത്? പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. ഓക്കെ, പ്രത്യേകിച്ച് ഇന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലേ നീ ഇതിൻ്റെ ഓണർ ആവും, അങ്ങനില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വെസ്റ്റഡ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വെസ്റ്റഡ് ഓണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ വെസ്റ്റഡ് ഓണർഷിപ്പും കണ്ടിജൻറ്റ് ഓണർഷിപ്പും എന്നും പറഞ്ഞിട്ട് പഠിച്ചായിരുന്നു. നമ്മൾ കോൺട്രാക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റൈറ്റ് പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു വെസ്റ്റഡ് റൈറ്റും കണ്ടിജൻറ്റ് റൈറ്റും സെയിം സാധനമാണിത്. ഇനി അതേസമയം കണ്ടിജൻറ്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ
കണ്ടീഷൻ വെച്ചിട്ട് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, നീ ഇന്ന കണ്ടീഷൻസ്, നീ 10ാം ക്ലാസ്സിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 5 സെൻറ്റ് വസ്തു നിനക്ക് എഴുതി തരാം. ഇവിടെ കണ്ടീഷനാണ്. എന്നിട്ട് പറയുകയാണെങ്കിൽ നീ ഇത്ര നാളിനുള്ളിൽ ജയിക്കുകയാണെങ്കിൽ തരാം. അത് ചിലപ്പം അവൻ ഇത്ര നാളിനുള്ളിൽ 10ാം ക്ലാസ് ജയിക്കാതിരിക്കാം. അല്ലെങ്കിൽ പറയുകയാണ്, ഇന്ന് രാത്രിയിൽ ഇത്ര മണിക്ക് കൃത്യം മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഇന്ന സാധനം തരാം. അതൊരു കണ്ടീഷണൽ ആണ്. അവിടെ ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, അയാൾക്ക് ആ റൈറ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഓണർഷിപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ വെസ്റ്റഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് അയാളിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. അയാൾ കാശ് കൊടുത്തു, ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, വെസ്റ്റഡ് ഓണറായി. മറ്റേതെന്ന് പറയുന്നത് അവിടെ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ എന്താകുന്നുള്ളൂ, ഒരു ഓണർ ആവുന്നുള്ളൂ. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. പുറകിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ കിളി അലയ്ക്കുന്ന സൗണ്ടും വണ്ടി പോകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്ന്. റിയലി സോറി, വേറെ ഇത് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോറി, അതൊക്കെ ക്ഷമിച്ചിട്ട് പഠിക്കുക. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനിയും ബാക്കി നോക്കാം. കണ്ടീഷൻ പ്രീസിഡൻറ്റും കണ്ടീഷൻ സബ്സിക്വൻറ്റും എന്താണെന്ന് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ പ്രീസിഡൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് ഹാപ്പൻ ഫസ്റ്റ് ബിഫോർ എ ലീഗൽ റൈറ്റ് ഓർ ഡ്യൂട്ടി കംസ് ഇൻ ടു ഇഫക്റ്റ്. ഒരു ലീഗൽ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ലീഗൽ റൈറ്റോ ഇഫക്റ്റ് ആകുന്നതിന് മുൻപേ എന്ത് നടക്കുന്നു, ആ കണ്ടീഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടീഷൻ പ്രീസിഡൻ്റ് എന്ന് വിളിക്കുന്നു. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദിസ് ഹാപ്പൻസ് ദെൻ ദ റൈറ്റ് ഓർ ഡ്യൂട്ടി വിൽ സ്റ്റാർട്ട്. ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അവിടെ ആ ഒരു റൈറ്റോ ഡ്യൂട്ടിയോ സ്റ്റാർട്ടാകുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫാദർ പ്രോമിസ് ചെയ്യുകയാണ്, പിന്നെ ലോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സണ്ണ് ലോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലാൻഡ് ഗിഫ്റ്റായിട്ട് നൽകാം എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ദ റൈറ്റ് ടു ഗെറ്റ് ലാൻഡ് വിൽ സ്റ്റാർട്ട് ഒൺലി ആഫ്റ്റർ ദ സൺ കംപ്ലീറ്റ് ദ ഡിഗ്രി. ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ആ സണ്ണിന് ആ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള റൈറ്റ് കിട്ടിത്തുടങ്ങുന്നത്. ദ കണ്ടീഷൻ പ്രീസിഡൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LLB ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടീഷൻ സബ്സിക്വൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടീഷൻ ദാറ്റ് ഇഫ് ഇറ്റ് ഹാപ്പൻസ് ലേറ്റർ, പിന്നീടായിരിക്കാം ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു ലീഗൽ റൈറ്റോ അല്ലെങ്കിൽ ഡ്യൂട്ടിയോ എൻഡാകും അല്ലെങ്കിൽ ക്യാൻസൽ ആകും എന്ന് പറയുന്നതാണ് കണ്ടീഷൻ സബ്സിക്വൻറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു റൈറ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്താകുന്നു, എൻഡാകുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് he gets married the land goes by, so getting married is the condition subsequent. ഓക്കെ, പറയുകയാണ്, നീ കല്യാണം കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, ഈ പ്രോപ്പർട്ടി നിൻ്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കാം. ഓക്കെ, എ പേഴ്സൺ ഇസ് ഗിവൺ ലാൻഡ് ഓൺ ദ കണ്ടീഷൻ. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് ലാൻഡ് കൊടുക്കുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞ വ്യക്തി ബിക്ക് ലാൻഡ് കൊടുത്തിട്ട് പറയുകയാണ്, നീ വിവാഹം കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിൻ്റേതായിട്ട് തുടരുന്നതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബി സപ്പോസ് മാര്യേജ് നടത്തിയെന്ന് വെച്ചോ, കല്യാണം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എന്താകും, നേരെ തിരിച്ച് എയുടെ പേരിലേക്ക് പോകും. മറ്റേടത്ത് എന്താണ്, ഒരു കണ്ടീഷൻ പറയുകയാണ്, നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എന്ത് തരാം, പ്രോപ്പർട്ടി തരാം. അപ്പോൾ അത് ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താകുന്നു, അവിടെ ഒരു ലീഗൽ ഡ്യൂട്ടി കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് കിട്ടുന്നു. കണ്ടീഷൻ സബ്സിക്വൻറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു റൈറ്റ് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ഡ്യൂട്ടി എന്താകുകയാണ്, നഷ്ടപ്പെടുകയാണ്. ഇതാണ് ഈ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്